അങ്ങനെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ കാത്തിരുന്ന ആദ്യ എപ്പിസോഡ് പുറത്തു വന്നു. ഹോസ്റ്റായി വന്നിരിക്കുന്നത് റെനീഷ ആദ്യം സ്റ്റേജിലെത്തി 3 ജഡ്ജസിനെ വെൽക്കം ചെയ്യാണ്. റിയാസ് സലീം, അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ് എന്നിവരാണ് ജഡ്ജസ്. ആദ്യം തന്നെ ജഡ്ജസിനെ വെൽക്കം ചെയ്തതിന് ശേഷം കണ്ടസ്റ്റൻസിനെ വെൽക്കം ചെയ്യാണ്. കണ്ടസ്റ്റൻസ് 40 പേരാണുള്ളത്. 30 പേര് ഓഡീഷൻ വഴിയും 5 പേര് മൈജി ഫ്യൂച്ചറിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി വഴിയും 5 പേര് വൈറ്റ് ഗോൾഡ് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി വഴിയും സെലക്ട് ആയവരാണ്. അങ്ങനെ 40 പേരാണ് കണ്ടസ്റ്റൻസായി എത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവർക്കുള്ള ആദ്യ ടാസ്ക് നൽകുകയാണ് റെനീഷ. ടാസ്ക് എന്ന് പറയുന്നത് മണിച്ചിത്രത്താഴാണ്. മണിച്ചിത്രത്താഴിൽ താക്കോലും പൂട്ടും ഉണ്ടാവും. താക്കോലിൻ്റെ കൂടെ ഒരു ക്ലൂ കാർഡും പൂട്ടിൻ്റെ കൂടെ അതിനനുയോജ്യമായ മറ്റൊരു ക്ലൂ കാർഡും ഉണ്ടാവും. ഈ താക്കോലെടുത്ത് അതിൻ്റെ ക്ലൂ കാർഡ് എന്താണെന്ന് നോക്കി അതിനനുയോജ്യമായ പൂട്ടും ക്ലൂ കാർഡും കണ്ടെത്തുക എന്നതാണ് ടാസ്ക്. അങ്ങനെ ടാസ്ക് ആരംഭിച്ചു. 20 പേർക്ക് താക്കോലും ക്ലൂ കാർഡും കിട്ടി. താക്കോല് കിട്ടിയതിന് ശേഷം പൂട്ട് തുറക്കുക എന്നതാണ് ടാസ്ക്. താക്കോലിന് അനുയോജ്യമായ പൂട്ട് തുറക്കുക. 19 പേരും പൂട്ട് തുറന്നു. 20ാമത് എത്തിയ പൂജയ്ക്ക് പൂട്ട് തുറക്കാൻ സാധിച്ചില്ല. എല്ലാവരും കൂടി ഇത് കുത്തി തുറന്ന് ഇത് ജാമായി പോയി എന്ന് പൂജ പറയുന്നുണ്ട്. ഇത് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട്. പൂട്ടി തുറക്കാൻ സാധിക്കാത്തത് കൊണ്ട് തൊട്ടടുത്ത കണ്ടസ്റ്റന്റ് വന്ന് കീ വാങ്ങിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീടാണ് അവനത് കൈക്കലാക്കി, തന്ത്രപരമായി കൈക്കലാക്കിയതാണ് മനസ്സിലാവുന്നത്. പക്ഷേ അവിടെ അടി നടക്കാണ്. തുടർന്ന് റെനീഷ എത്തി. ക്ലൂ കാർഡ് കിട്ടാത്ത ആൾക്ക് കീ കിട്ടിയിട്ട് കാര്യമില്ല. ക്ലൂ കാർഡും കീയും ഒരാളുടെ വശത്ത് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൂജയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണ്. പൂജയ്ക്ക് പൂട്ട് ജാമായത് കൊണ്ട് തന്നെ തുറക്കാൻ സാധിച്ചില്ല. പിന്നീട് കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരുടെ പെർമിഷനോട് കൂടി പൂജ 20ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് സെലക്ട് ആയി. അങ്ങനെ മണിച്ചിത്രത്താഴ് ടാസ്കിലൂടെ വിജയിച്ച 20 പേരെയും സ്റ്റേജിലേക്ക് വിടുകയാണ് റെനീഷ. മറ്റ് 20 പേരുടെ കാര്യം എനിക്കറിയില്ലെന്നും പറയുന്നുണ്ട് റെനീഷ. തുടർന്ന് സ്റ്റേജിലെത്തിയ കണ്ടസ്റ്റൻസിനോട് അഖിൽ മാരാർ ചോദിക്കുകയാണ്, ഇതിൽ എത്ര പേര് ഭാഗ്യം കൊണ്ട് വിജയിച്ചു, കഴിവ് കൊണ്ട് വിജയിച്ചു എന്നുള്ളത്. 3 പേരാണ് ഭാഗ്യം കൊണ്ട് വിജയിച്ചവർ. ബാക്കി എല്ലാവരും കഴിവ് കൊണ്ട് വിജയിച്ചവരാണെന്നാണ് പറയുന്നത്. നിങ്ങളെ ഞാൻ എടുത്തോളാമെന്നും അഖിൽ മാരാർ. പിന്നീട് മണിച്ചിത്രത്താഴ് ടാസ്കിൽ 20ാമത് എത്തിയ പൂജയോട് അഖിൽ മാരാർ ചോദിക്കുകയാണ്, ഈ ടാസ്കിലൂടെ പൂജയ്ക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളതാണ്. പൂജ പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു പയ്യനാണ്. താക്കോല് വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാനായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആരെയും വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് എന്നതാണ് പൂജ പറയുന്നത്. അഖിൽ മാരാർ പറയുന്നുണ്ട്, അർഹതപ്പെട്ടതാണെങ്കിൽ അല്പം വൈകിയാണെങ്കിലും എത്തും എന്നുള്ളതാണ് അഖിൽ മാരാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അടുത്ത് ബിഗ് ബോസിൽ ഒരു സർപ്രൈസ് ആണെന്നാണ് റെനീഷ പറയുന്നത്. അഗ്നിപരീക്ഷയിലെ ആ സർപ്രൈസ് എന്താണെന്ന് അറിയാം. അടുത്ത വീഡിയോ കാണുക.